അപ്പം നമ്മളാണെങ്കിലുണ്ടല്ലോ ഒരു സ്ഥലത്ത് പോയാണ്. നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക് ഗൈസ്. അടുത്ത നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാനാണെങ്കിൽ എൻ്റെ അടുത്തെങ്കിലും എൻ്റെ ഗൈസ് ഞാൻ അടുത്ത നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ പിന്നെ ചെയ്യേണ്ടി വരുമായിരിക്കും. 2ാം ക്ലാസ് തൊട്ട് 6ന്റെ പകുതി വരെ പഠിച്ച സ്കൂളാണ് ഗൈസ്. എൻ്റെ ഓർമ്മയാണ് ഗൈസ്. എൻ്റെ ഓർമ്മയുടെ ഒരു സ്കൂളാണ് ഗൈസ്. നല്ല സ്കൂളായിരുന്നു, അടിപൊളിയായിരുന്നു. കുറച്ച് റിച്ചായി സ്കൂൾ. എന്താണെന്ന് അറിഞ്ഞൂടാ. 2 ബസ് പഠിക്കുന്ന ചോര് ഫ്ലിപ്പ് അത്ര സീൻ ഏറി നിൽക്കണം. അവരൊക്കെ നമുക്ക് ചിരിക്കുന്നു. കൊച്ചിലേക്ക് കോമ്പറ്റീഷൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഇവിടെ ഇങ്ങനെ പിള്ളേരൊക്കെ പഠിക്കാൻ വരും. സ്കേറ്റും പോലും അവരുടെ എന്നൊക്കെ മേടിച്ചൊക്കെ ഇങ്ങനെ പഠിക്കാനാണ്. ഞാൻ കുറേ ചെയ്തത് അടിപൊളിയാണ് ഗേൾസ്. ഇത് അവരാണ് ഗേൾസ് നമുക്ക് ചോദിക്കൂ. കോർക്കെടുത്തെടുക്കുന്ന കോർക്കവൻ. പോയി ഗൈസ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് കളിയുടെ ബാഡ്മിൻ്റൺ കളിച്ചു. അതിൻ്റെ പൊന്നെ ഞാൻ വേർത്ത് കുഴഞ്ഞു. ഇനി ഇവിടെ 3rd, 4, 5 കളിയുണ്ട്. ചെസ് ഇവിടെ പിന്നെ എനിക്ക് ഓർമ്മയില്ല. ഇനി ബാഡ്മിൻ്റൺ ആണ്. ബാഡ്മിൻ്റൺ കൂടെ വലിയ ചേട്ടൻ പറയും. ചേട്ടൻ പറയും കളിച്ചതിൻ്റെ പേരെന്തോടെ അല്ല ബാഡ്മിൻ്റൺ അല്ല, വോളിബോൾ. തെരഞ്ഞു വോളിബോൾ. അപ്പോൾ നോക്കാം. അവിടെ അത് ഇതേ പറ്റത്തില്ല. കൈ വെച്ച് പിടിക്കേ.
ഇവിടെ കേട്ടോ ഗൈസ് ഇവിടെ അടിപൊളിയാണ് ഗൈസ്. ഞാനിവിടെ വന്നിട്ട് ഇച്ചിരി നേരം പോലും ക്ഷീണിച്ചിരിക്കാതെ എല്ലാ കളി കളിച്ചു. ആകെ വോളിബോളിലെ ചേട്ടന്മാർ പൊട്ടന്മാരാണ്. ഞാൻ ഇവിടെ എത്ര നേരം നിൽക്കുന്നു. ഇവിടെ അടിക്കണം ഒന്നാ ബോൾ ഒന്നും പറഞ്ഞൂടെ, അതിൽ ഒന്നും പറയുന്നില്ല, എല്ലാം കണ്ടൗതികൾ. പിന്നെ കുറേ ചേട്ടന്മാരല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിക്കില്ല, അല്ലാതെ അവരെനിക്ക് ഒന്നും പറയുന്നില്ല. വോളിബോൾ മാത്രം കളിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ബോൾ എടുത്ത് ഇങ്ങനെ അടിച്ച്, പിന്നെ ഇങ്ങനെ അടിച്ച് എല്ലാം കളിച്ച് അടിപൊളിയായിരുന്നു. നിങ്ങളും വരണം കേട്ടോ. ഇത് ഗൈസ് അവിടെ കുറെ കടയുണ്ട് ഗൈസ്. ഏത് കടയുടെ സംശയം നമുക്ക് അക്കോവിക്ക് വേണ്ടി നോക്കാം. അല്ല ഗൈസ് അപ്പൊ നമുക്ക് അക്കോവി ഇനി തണുപ്പ് വേണം. ചിരി വരുന്ന എടി ഇത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റീൽ കുപ്പിയിലൊക്കെ കാണുന്നത്. ഇപ്പൊ നിനക്ക് വേണോ ജ്യൂസ്? ഇനി കുറേ ഉള്ളു. തുറക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് കാറ്റങ്ങ് വീശി ഇങ്ങനെ